കൃഷിയിലൂടെ വേറിട്ട മാതൃക തീർത്തിരിക്കുകയാണ് ഇടുക്കി അടിമാലി മച്ചിപ്ലാവ് കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂൾ. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് പ്രഖ്യാപിച്ച 2025 കാർഷിക അവാർഡ്സിൽ മികച്ച സ്പെഷ്യൽ സ്കൂളിനുള്ള സംസ്ഥാനതല പുരസ്കാരമാണ് കാർമൽ ജ്യോതിക്ക് ലഭിച്ചത്. ലേറെ കുട്ടികൾ കൃഷിയെ അറിഞ്ഞും അനുഭവിച്ചും നടത്തിയ കൂട്ടായ പരിശ്രമം മികച്ച സ്പെഷ്യൽ സ്കൂളിനുള്ള സംസ്ഥാന കാർഷിക പുരസ്കാരത്തിലേക്ക് കാർമൽ ജ്യോതി എത്തിച്ചു. 2025 മരച്ചീനി, വാഴ, ബീൻസ്, ചീര, പയർ, മത്തൻ, തക്കാളി തുടങ്ങി 15 ഇനം കൃഷിയിലൂടെ 10 ടണ്ണിലേറെ ഉൽപാദനമാണ് കുട്ടികൾ നേടിയത്. ശാസ്ത്രീയവും ആധുനികവുമായ ഹോർട്ടിക്കൾച്ചർ രീതികളാണ് കൃഷിക്കായി ഇവിടെ ഉപയോഗിച്ചത്. കേരള സർക്കാരിന്റെ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് അവാർഡ് 2025 ഇന്നലെ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി പ്രഖ്യാപിക്കുകയുണ്ടായി. ഇതില് സ്പെഷ്യൽ സ്കൂൾ മേഖലയിൽ അവാർഡ് കരസ്ഥമാക്കിയിരിക്കുന്ന ഞങ്ങളുടെ സ്ഥാപനം കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂൾ അടിമാലി 190 കുട്ടികളുടെ പരിശീലനം നേടിവരുന്നു. 1993 ആരംഭിച്ച ഈ സ്ഥാപനത്തിന് നിരവധി അവാർഡുകൾ ഇതിന് കിട്ടിയിട്ടുണ്ട്. എങ്കിലും ഈ അവാർഡ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷവും അഭിമാനവുമാണ്. കാരണം 18 വയസ്സ് കഴിഞ്ഞ കുട്ടികളെ നിരന്തരം പരിശീലനത്തിലൂടെ കൃഷി, മൃഗസംരക്ഷണം ഇവയ്ക്ക് വളരെയധികം ഊന്നൽ കൊടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട അധ്യാപകരുടെ നേതൃത്വത്തിൽ നൽകിയ പരിശീലനവും കഠിനാധ്വാനവും കഠിന പ്രയത്നത്തിന്റെ എല്ലാം ഒരു അംഗീകാരം തന്നെയാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. കൃഷിയിലൂടെ കുട്ടികൾക്ക് പ്രകൃതി അടുത്തറിയാനും സ്വന്തം കഴിവുകൾ തിരിച്ചറിയാനും സാധിക്കുന്നുണ്ട്. ആധുനിക കൃഷി രീതികൾ പരിചയപ്പെടുത്തുന്നതിനൊപ്പം അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ഈ പദ്ധതി സഹായിക്കുന്നുണ്ട്. പ്രതികൂല കാലാവസ്ഥയെയും അതിജീവിച്ച് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ റെയിൻ ഷെൽട്ടറും ഒരുക്കി. ക്യാബേജ്, കോളിഫ്ലവർ, ബ്രോക്കോളി തുടങ്ങിയ പച്ചക്കറികളും വിജയകരമായി വിളവെടുത്തു. 18 വയസ്സിന് മുകളിലുള്ള കുട്ടികളെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷിയിലൂടെ വരുമാന മാർഗം ഉറപ്പാക്കാനുള്ള ശ്രമവും സ്കൂൾ അധികൃതർ നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ സി ബിജി ജോസിന്റെ നേതൃത്വത്തിൽ അധ്യാപകരും കുട്ടികളും ഒരുമിച്ചാണ് കൃഷിയിടത്തിൽ അധ്വാനിച്ചത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.